അപ്പൊ ബ്രോ പ്ലീസ് നോ സാഡ്. ഇല്ലടാ സാഡ് ഇല്ലേക്ക്. ഞാൻ പറഞ്ഞില്ലേ സാഡ് എന്ന് പറഞ്ഞാൽ പോവാൻ പറ്റാത്ത നല്ല വിഷമമുണ്ട്. കാരണം ഇപ്പം ബിലാൽ നേരത്തെ ബോബിയുടെ ലൈവില് പറഞ്ഞ പോലെ ഇത് കുത്തിപ്പൊക്കിയതും പരിപാടി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതും എല്ലാവരും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ഞാനാണ് കുത്തിപ്പൊക്കിയ ആള്. പക്ഷേ എന്നിട്ട് എനിക്ക് ഞാൻ ബിലാൽ പറഞ്ഞില്ല ലൈക്ക് അപ്പാപ്പന് ചീറ്റിക്കാണ് അപ്പാപ്പനൊക്കെ പറഞ്ഞ എനിക്ക് സങ്കടം വന്നത്. തമാശ പറഞ്ഞാണ് ആക്ച്വലി. പക്ഷേ സംഭവിക്കും നമ്മളിതൊക്കെ കുത്തിപ്പൊക്കിയിട്ടില്ല പോകാൻ പറ്റാത്ത. ഒന്നാമത്തത് ലീവ് ആദ്യം അപ്രൂവ് ആയിണ്ടായില്ല, പിന്നെ അപ്രൂവ് ചെയ്തപ്പോൾ പോകാൻ പറ്റില്ല. അപ്പം രണ്ടും കൂടെ ആയപ്പോൾ ലീവ് കിട്ടിയിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടപ്പോൾ നമുക്കൊരു ചെറിയൊരു വിഷമം മാത്രമേ. ഒരു വേറെ ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പാപ്പന് നമ്മള് വ്യൂവറ് വരുന്ന അതെ നമ്മളൊരു വ്യൂവറ് പുള്ളി നമ്മുടെ ടിക്കറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് മൂപ്പരെ കാർഡിൽ എടുത്തത്. പുള്ളി UK പുള്ളി മന്ത്ലി പുള്ളിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി കാർഡ് എടുത്തിട്ട് പുള്ളിയുടെ പേയ്മെന്റ് അടച്ച് നാളെ ഉച്ചയ്ക്ക് വിടുന്ന ഫ്ലൈറ്റ്, നാളെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് അപ്പൊ പോവാല്ലേ. അപ്പൊ ഗൈസ് നമ്മളെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് ടു കൊച്ചി. സോ സ്റ്റാർട്ടിങ് ഫ്രം ദുബായ്. അപ്പം നമ്മൾ 1 hour ട്രാവൽ ചെയ്തിട്ട് ഇപ്പം അൽവാസിൽ സെൻറ്റർ, അതായത് ദുബായിലെത്തിയിരിക്കുകയാണ്. ബുർജ് ഖലീഫ. സോ ഇനി ഇവിടുന്ന് അബുദാബിക്ക് ബസ് എത്തിഹാദിൻ്റെ ബസ്. സോ അതിന് വേണ്ടി വെയിറ്റിംഗ്. സോ ലെറ്റ്സ് സീ. എത്തിഹാദ് ബസ് എത്തിയിട്ടില്ല. ഐ തിങ്ക് ഇനി ഒരു 1 hour കൂടി ഉണ്ട്. 10 മണിക്കാണ് ബസ്. ഇപ്പം നമ്മളുള്ളത് ദുബായിൽ. ഗൈസ് പ്ലാൻ ഒന്ന് പാളിയായിരുന്നു. കാരണം ഇത്തിഹാദിൻ്റെ ബസ് പ്രീ ബുക്ക് ഫുള്ളാണ്. അപ്പം ചിലപ്പോൾ സീറ്റ് കിട്ടാൻ സാധ്യത ഇല്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ RTA ബസ് എടുത്തിട്ട് പോകാനുള്ള പ്ലാനാണ്. സോ ഇപ്പം RTA ബസ് സ്റ്റോപ്പിലാണുള്ളത്. സോ ഇനി RTA ബസ് എടുത്തിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് നേരെ ഇത്തിഹാദ്. ഫൈനലി വി ആർ ഇൻ ബാംഗ്ലൂർ എയർപോർട്ട്. സോ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. അപ്പോൾ നമ്മളുള്ളത് ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. സോ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ ഒന്ന് കണ്ട് ഇനി ഒരു 10 മണിയാകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ബസ്. സോ ഇൻ ദാറ്റ് ഇൻ ബാംഗ്ലൂർ എയർപോർട്ട് ആണ്. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ പുറത്ത് കുറേ സ്റ്റാൾസ് ഉണ്ട്. നമുക്ക് പരിചയമുള്ള സ്റ്റാൾസ് ഒന്നുമില്ല, കാരണം കേരളം അല്ലല്ലോ. നന്ദിനി സ്റ്റാൾസ് ഉണ്ട്. നന്ദിനി സ്റ്റാൾസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ ഇതാണ് ബാംഗ്ലൂർ ഗൈസ്. റിസോർട്ട് ഉണ്ട്, മിട്ടി കഫേ ഉണ്ട്, വെൻഡീസ് ഉണ്ട്, ഇപ്പോൾ ഒരു സബ്വേ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. എവിടെ പോകണമെന്നറിയില്ല. സോ എവിടെ പോകും, എന്ത് കഴിക്കും, പറ എന്ത് ചെയ്യും. നമ്മൾ ഫൈനലി കെയിം ടു ഡിസിഷൻ. പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. സോ പിസ്സ ഹട്ടിൽ കയറിയിട്ട് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ പിസ്സ കഴിച്ചിട്ട് ടാക്സി എടുത്തിട്ട് നമ്മൾ നേരെ ടോൾ ബസ് എടുക്കുന്ന പിക്കപ്പ് പോയിന്റ് ഏതോ ശിവാസ് ഹോട്ടലോ അങ്ങനെ ഏതോ ഹോട്ടലിലോ ഓപ്പോസിറ്റ് ടോളിൻ്റെ അടുത്താണ്. അപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ട്. രാത്രി 3:30 ഒരു ട്രാവലിംഗ് തമിഴ്നാട്ടിൽ എവിടെയാണ് എല്ലാവർക്കും വെട്ടിക്കാൻ പോകും. ഫൈനലി റീച്ച്ഡ് ഇൻ കൊച്ചി. നിങ്ങൾ തുറന്ന് കയറി, ഞാൻ വീഡിയോ എടുത്തതാണ്. നമ്മുടെ അപ്പാപ്പനെത്തി ഗൈസ്.
അപ്പാപ്പൻ വന്നു. അയ്യോ ഞാൻ വീഡിയോ ഇത് എല്ലാരും വിശപ്പില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി. എന്നെ മനസ്സിലായില്ലേ? നീങ്കയാര് ഇതെന്നാട്ടോ? മയിലാട്ടോ പാത്രികെ, പുലിയാട്ടോ പാത്രികെ, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ? ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം? എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്. മാങ്ങ പറയും, ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവും. സ്വീറ്റപ്പ് അവസാനിച്ചു, എല്ലാരും തിരിച്ചു പോന്നു. അപ്പം ബൈ ബൈ ബൈലേ. അപ്പൊ മീറ്റപ്പ് അവസാനിച്ച് നമ്മൾ പോവാന്നല്ലേ. ബൈ ഗൈസ്. ബൈ ബൈ. അനദർ വ്ളോഗിൽ എപ്പോഴെങ്കിലും കാണാം. ഗൾഫത്തെ ഞങ്ങൾ ഞാനും അപ്പാപ്പനും ഷെയ്ഖും എല്ലാരും ഗൾഫിക്ക് ഒരു പോക്കിയുണ്ട്. അതിൽ കാണാം. അതിൽ കാണാം. ഉണ്ടാവോന്നറിയില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.